അലിഹിൻ്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. യാ റഹീമല്ലാ, യാ റസാഖല്ലാ, യാ റഫീഖല്ലാ, യാ റഊഫല്ലാ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. യാ റഹീമല്ലാ, യാ റസാഖല്ലാ, യാ റഫീഖല്ലാ, യാ റഊഫല്ലാ. ഹലോ, അസ്സാം വലൈക്കും. ഇതൊക്കെ എല്ലാവരും വർത്താനം സുഖമല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഓരോരോ അടുക്കളയിൽ തന്നെ കേട്ടോ. പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ അതന്നെ അല്ലല്ലേ, രാവിലെ നീച്ചെന്ന് തെയ്യൊടിപ്പിക്കുക, ചായങ്കടി ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, അതൊക്കെ തന്നെ നമ്മളെ പണിയില്ലേ. അപ്പോൾ കുറഞ്ഞ വെച്ച വിറക് നോക്കുമ്പോൾ ഒക്കെ ചീത്തലട്ടിക്കാണ്ട് കത്തണില്ല. അപ്പോൾ പിന്നെ മേലെ പോയി ഒക്കെയാണ് ഷീറ്റൊക്കെ ഇട്ട് കൂടി വിറക് ചേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കിയപ്പോൾ അതും തന്നെ ഷീറ്റൊക്കെ നന്നായിട്ട് പാറിക്കാണ്ടേ വിറകിൻ്റെ ആ ഭാഗമൊക്കെ നനഞ്ഞകണ്. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ നനയാത്ത ഭാഗം ഉണ്ട് കേട്ടോ. വലിയ ഷീറ്റ് ഇട്ടുകാണ്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ചേരിപ്പൊടിയൊക്കെ എടുത്തു തുറന്നുകാണ്ടേ ചെറിയ അരിൻ്റെ കഞ്ഞി തീമിടുകയാണ്. അത് ലേസം ഇന്നും നാളെ ഒന്നും പോർക്ക് സ്കൂളില്ലല്ലോ. അപ്പോൾ അത് തീമിട്ടാൽ അതങ്ങനെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകാണ്ടേ. പിന്നെ ആ വെന്ത അടുപ്പത്ത് ലേസം ചോറ്റിന് വെള്ളം വെച്ചുകാണ്ട് നമുക്കൊരു വഴിക്ക് പോകാണ്ട്. അതാണ് ഇത്ര അർജൻറ്റിൽ ഓരോരോ പണികളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും പറയണ മാതിരി നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തുകാണ്ട് കണ്ടു തുടങ്ങിക്കോളിട്ട് മക്കളെ. നമ്മളെ പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സ് വ്ളോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്താളി. പിന്നെന്താ, നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തീയിപ്പിച്ചുകാണ്ട് പിന്നെ ഓരോരോ പണികൾ ഇങ്ങനെ എടുക്കുകയാണ്. ചെറിയ അരി ഇതാ നമ്മൾ തീമടാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ പോകാൻ പറഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് തന്നെ ഇട്ടാ, വേറെ ആർക്കും അല്ല. അപ്പോൾ എനിക്ക് കണ്ണിനും ഒരു കുരു ഉണ്ടായിട്ടേ കുറേ ദിവസം ഇരിക്കണു. കണ്ണുമ്മ കുരു ഉണ്ടായിട്ട് ഒരു മാസം പോലെ ഇരിക്കണു. ഇടത്തെ കണ്ണുമ്മ ഒരു കുരു ഉണ്ടായിട്ട് നിങ്ങൾ നാളൊക്കെ ലൈവ് ഇട്ടപ്പോഴൊക്കെ ചോദിച്ചു ചെയ്യുന്ന താത്ത കൺമഷി ഇട്ടേക്കണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കണ്ണ് ചൊറിഞ്ഞിട്ട് ഇട്ടതാണ്. കൺമഷി ഇട്ടാൽ ചൊറിച്ചിൽ പോകുമോയെന്നൊക്കെ ചോദിച്ചിനല്ലേ അല്ലേ. നല്ലോണം ചൊറിയുണ്ട് കേട്ടോ, ചൊറിയുണ്ട്, വേദനയുണ്ട്, ഒരു സുഖവേദന എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വേദന, ഇപ്പോൾ സുഖവേദനയൊക്കെ പോയി സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ആകുമ്പോഴാണല്ലോ നമ്മൾ ഡോക്ടറെ കാണിക്കലേ, അല്ലാതെ നമ്മൾ കാണിക്കൂല. ഇപ്പോൾ ഭയങ്കരമായിട്ട് വേദന. അപ്പോൾ ഇന്നലെ പോകണമെന്ന് വിചാരിച്ച്, അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോകാൻ നിന്നപ്പോൾ ഡോക്ടർ പോയിക്കണ് പറഞ്ഞു. അപ്പോൾ ഇന്ന് പോട്ടെ വിചാരിച്ചക്കാണ്ട് വേഗം പണികളൊക്കെ ഒരുക്കിക്കാണ്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ ഭയങ്കര തന്നെയാണ് കേട്ടോ കാണിക്കണതൊക്കെ. കണ്ണിൻ്റെ പോളമലാണ് കുരു. അപ്പോൾ ആ കുരു പിന്നെ പുറത്തേക്ക് ചെറുതായിട്ടുള്ളൂ, ഉള്ളിലൊക്കെ ഭയങ്കര വേദനയും. അപ്പം ഞാൻ പോകാനാവില്ല വിചാരിച്ചുകാണ്ട് ചൂട് പിടിച്ചുകാണ്ടൊക്കെ കുറേയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകാണ്ടൊക്കെ പോയിട്ടോ. നമ്മളെ കൈ തന്നെ കൂട്ടി വരച്ചുകാണ്ട് ആ ചൂട് വെച്ച് കൊടുത്ത് പിന്നെ തുണിയിൽ ചൂടുവെള്ളം ഉണ്ടായിക്കാണ്ട് തുണി മുക്കിക്കാണ്ട് അങ്ങനെയൊക്കെ വെച്ച് കൊടുത്ത് പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞാലാണ് കേട്ടോ പോണത്. എന്നിട്ടും കുറവില്ലാത്തതുകൊണ്ടാണ് പോണത്. പിന്നെ കണ്ണിനൊരു മൂടലും ചൊറിച്ചിലും എല്ലാം കൂടെ അങ്ങോട്ട് വന്നപ്പോൾ ഏറും മൂറും കൊണ്ട് ഒത്തപ്പോഴേ പിന്നെ ഓവറാകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പോയതാണ്. അപ്പോൾ അതാ പിന്നെന്താ പണിയൊക്കെ ഒരാൾ അടിച്ചു തരുന്നു, സിനു അടിച്ചു തരുന്നുണ്ട്. ഞാൻ സിങ്കും വീതനയൊക്കെ തോത്തി തുടച്ചിടുകയാണ്. പിന്നെ കാബേജ് ഉണ്ട് ഉപ്പേരിക്ക്, അത് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, അതും ഉണ്ടാക്കിയൊക്കെ സമ്മന്തി അരച്ച് വെച്ചുകൊണ്ടൊക്കെയാണ് പോണത് കേട്ടോ. കറി ഉണ്ടാക്കിയിട്ടില്ല, കറി ഉണ്ടാക്കാനൊന്നും സമയമില്ല, കറി ഉണ്ടാക്കാനായിട്ടൊന്നും കിട്ടിയിട്ടുമില്ല. ഇനി പോരുമ്പോഴത്തെ മീനത്തെയും കിട്ടുകയാണെങ്കിൽ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളടുക്കൊക്കെ നല്ല മഴയില്ലേ? ഇവിടെ നല്ല മഴയാണ് കേട്ടോ, ഒന്നാമത്തെ മാതിരി തന്നെ അല്ലേ, നല്ല മഴയാണ്. തോരടാൻ സ്ഥലമില്ലാതായി പോയില്ലേ. മഴ പെയ്യട്ടെ, അൽഹംദുലില്ലാ, അള്ളാഹ് നിഅമത്താണ് റബ്ബേ, അതൊക്കെ നല്ലോണം പെയ്യട്ടെ, എന്നാലും ലാസ്റ്റൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോരുത്തർ ഇന്നലെ കുറേ ആൾക്കാർ ചോദിച്ചേക്കണ്ട വാട്സപ്പിൽ ഒറ്റയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ ചോദിച്ചേക്കണ് നമുക്ക് പൈസ കിട്ടിയോന്ന് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓരോരുത്തർ. ഞാൻ ലൈവ് ഇട്ടപ്പോൾ 2-3 ആൾക്കാർ ചോദിച്ചു, വാട്സപ്പിൽ ചോദിച്ചു, വീഡിയോക്ക് കമൻറ്റ് ചെയ്തിരിക്കണ് ഒക്കെ ചെയ്തേക്കണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി ഞാൻ പറയുന്നില്ല, വഴീണമാതിരി ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ എന്നെ കളിയാക്കി കാണ്ടുള്ളൊരു വർത്താനോന്ന് എനിക്കറിയില്ല കേട്ടോ. 50,000 ഒക്കെ കിട്ടിയതാത്താന്ന്, അതൊക്കെ കളിയാക്കിയിട്ടുള്ള വർത്താനം തന്നെയാണ്. നമ്മൾ അറിയണ പോലൊക്കെ തന്നെ അയക്കാരം അങ്ങനെയൊക്കെ ചോദിക്കണത്. പിന്നെ
നമ്മൾ ഇത്രയും ആയിട്ട് അതിനെ പറ്റിയൊരു വീഡിയോ ഇല്ലല്ലോ. വീഡിയോ അങ്ങനെ കിട്ടുമ്പോഴല്ലേ നമ്മൾ വീഡിയോ ചെയ്യൽ. നമ്മളെ കളിയൊക്കെയാണ്. എന്താ ഒരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ അല്ലേ, പിന്നെ നമ്മളെ പുളിയും പോക്കും എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മളും ഒരിക്കൽ കഴിച്ചിലാവും എന്നുള്ള പ്രതീക്ഷയാണല്ലോ നമുക്കെല്ലാം. അതല്ലേ എല്ലാം എന്ന് പറഞ്ഞ മാതിരി നമുക്ക് പ്രതീക്ഷയാണല്ലോ. പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് തന്നെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളിയൊക്കെ ഒന്നും വേണ്ട. നമുക്ക് 50,000 ഇല്ലെങ്കിൽ മാസം 10,000 കിട്ടാനുള്ള രീതിയിൽ നമ്മൾ മാക്സിമം എന്നെ കൊണ്ട് കഴിയണ പരമാവധി, എന്നെ കൊണ്ട് എന്നല്ല നമ്മൾ മൊത്തത്തിൽ എല്ലാവരും കൂടി മുന്നോട്ട് പോകാനുള്ളൊരു, മുന്നോട്ട് എല്ലാവരും കൂടി സഹകരിച്ച് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോണത് കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ മരുന്നും നമ്മളെ പിന്നെ ചിലവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോകണമല്ലോ എന്ന് വിചാരിച്ച് കണ്ട് നമ്മൾ വലിയ മോഹം 50,000 ഒന്നും ആഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് തുടക്കക്കാരല്ലേ. 50,000 ഒക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കളിയാക്കി ചോദ്യമാണ്. ഇങ്ങനെ വെറുതെ ചോദിച്ചും കൊണ്ട് നമ്മളൊരു നിസ്സാരാക്കി കാണുകയാണ്. അതൊക്കെ പഠിച്ചോന് പിന്നെ ആദ്യമൊക്കെ അങ്ങനെ തന്നെ ഇക്കാരം എല്ലാവരും, പിന്നെ ആണ്ട് ഉഷാറാവലല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അപ്പോൾ ഒറ്റ നിസ്സാരാക്കി ആരും കാണണ്ട. പഠിച്ചോ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. പിന്നെ ആ ബോധത്തോടു കൂടി സംസാരിച്ചാൽ മതി. പിന്നെ അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആര് പുറത്തു പോയി കാണും അങ്ങനെ കഴിച്ച് കാണും, പിന്നെ പുറത്തു പോയി അങ്ങനെ ഇങ്ങനെയൊന്നും വീഡിയോ എടുക്കാനുള്ളതൊന്നും ഞമ്മക്കില്ല, നിങ്ങൾക്ക് അറിയില്ലേ. പിന്നെ കഴിയണ പരമാവധി നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള തന്നെ നമ്മൾ ചെയ്യണത്. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ പൈസ ഒക്കെ ചിലവാക്കി വലിയ വലിയ സാധനങ്ങൾ കൊടുന്ന് കാണ്ട് ഫുഡ് ഉണ്ടാക്കണം, നല്ല പൈസ ചിലവാക്കി കാണ്ടൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ വലിയ രസം ഉണ്ടാവും കാണാൻ. ഇതൊക്കെ ആകുമ്പോൾ ആൾക്കാരൊരു കളിയാക്കലാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം കാര്യമൊന്നും കിട്ടാതെ നമ്മളിപ്പോൾ വെറുതെ കടവും കള്ളിയാക്കി കണ്ടൊന്നും അങ്ങനെ ഏതായാലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, കഴിയൂല. അപ്പം നമ്മളെ ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തായാലും വേണ്ടിയില്ല, അങ്ങനെ കിട്ടിയിട്ട് തന്നെ നിങ്ങൾ വലിയ പൈസൻ്റെ ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി, അല്ല അപ്പം നിങ്ങൾക്ക് ഉള്ളത് ഇങ്ങനെയൊക്കെ ചെയ്തോളി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഓരോരോ വീഡിയോ ഒക്കെ ഇടണത്. അല്ലാതെ നമ്മളെ അങ്ങോട്ട് തരം താഴ്ത്തി കാണുന്നവർ പിന്നെ ഇങ്ങനത്തെ മനസ്സ് കുത്തണ ഓരോരോ സംസാരമൊക്കെ ആകുമ്പോഴേ നമുക്ക് അല്ലെങ്കിലേ നമ്മളെ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ. പിന്നെ എന്തിനാ അങ്ങനെയും കൂടിയൊക്കെ ഒന്ന് പറഞ്ഞിക്കാണ്ട് നമ്മളെ ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. നമുക്കതൊക്കെ ഭയങ്കര വിഷമമാണ്. നമ്മൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സങ്കടമാണ്. അല്ലെങ്കിൽ സങ്കടത്തോടു കൂടിയാണ് നമ്മളെ ജീവിതം മുന്നിൽ അങ്ങനെ തള്ളി നീക്കി പോവുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കേൾക്കുമ്പോഴേ ഒക്കെ അറിയണ പോലെ തന്നെയാണ്. എനിക്ക് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഓൽക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ ഒന്ന് പൈസ കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്നിപ്പം റെഡി ആയി കഴിഞ്ഞാൽ നാളത്തെ വീഡിയോ അതന്നെ ആയിരിക്കും. അത് ഉറപ്പല്ലേ. അതായിട്ട് ഇപ്പം നമ്മൾ ഇടാതെ നിൽക്കൂലല്ലോ, എന്തായാലും ഇടും. നിങ്ങളല്ലേ നമ്മളെ ഉയർത്തി കൊണ്ടുപോകുന്ന ആൾക്കാർ. നിങ്ങളെ കാണിക്കാതെ നിങ്ങളോട് പറയാതെ പിന്നെ എന്താ നമുക്ക്. അപ്പം നിങ്ങളോട് എന്തായാലും പറയാതിരിക്കൂല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. മനസ്സിന്ന് അങ്ങോട്ട് പോകണില്ല. അപ്പോൾ പിന്നെ അത് പറയാനായിട്ടൊരു പൊറുതേട്. അപ്പോൾ അതാ കഞ്ഞിയൊക്കെ വെന്ത് റിസുവിന് കുറച്ച് ചൂടാറാൻ വേണ്ടി പാത്രത്തിൽ പാർന്ന് വെച്ചാട്ടോ. കുറച്ച് തേങ്ങാപ്പാലൊക്കെ കൊണ്ട് ഒഴിച്ചാൽ സീനും പിന്നെ റിസുമൊക്കെ ആണ് കുടിച്ചും. കൂട്ടാനൊന്നും വേണമെന്നില്ല. സമ്മന്തി അരച്ചേക്കണം. സമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് അരച്ചിട്ടൊന്നുമില്ല. സമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് തേങ്ങയും പിന്നെന്താ മുളക് പൊടിയും ഉപ്പും കൂടിയും കുഴച്ചതാട്ടോ. ചെറിയ ഒരു കമ്പ് പുളിയും കൂടി എടുത്തുകാണ്ട് നല്ലോണം കുഴച്ചുകാണ്ട് വെച്ചൊക്കെയാണ് സമ്മന്തി. മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ റെഡിയായി. ചോറ് എന്ത് ഊറ്റിയിരിക്കണേ. ഇനി കറി പിന്നെ പാത്രം മോറിലും എല്ലാ പണികളും കഴിഞ്ഞു കിട്ടാൻ. ഇനി തിരുമ്പി കുളിച്ചാനേ ഉള്ളൂ. കഴിഞ്ഞുകാണ്ട് പോകണം, പെട്ടെന്ന് പോകണം. എന്നാലും തന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഡോക്ടർ പൊയ്ക്കണ്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് പോകണം വെച്ചിട്ട് വേഗം എല്ലാവരും കൂടി ഒരുമിച്ച് പണിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കോവക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോവക്ക ഉപ്പേരി വെക്കട്ടെ വിചാരിച്ചുകാണ്ടേ അതും കൂടി ഉണ്ടാക്കി വെച്ചാൽ ഇനി പോയി വരുമ്പോൾ വന്നുകാണ്ട് ചോറ് മേയിച്ചാലോ എന്ന് കരുതികാണ്ട് പണികൾ ഞാൻ ഇവിടേക്ക് പോവുകയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഒരുവിധം പണികളൊക്കെ കഴിച്ചും കുറേ കൂട്ടാനും മറ്റും മറിച്ചും കറിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചോറ് അവിടെ വെച്ച് ഊറ്റിയൊക്കെ ചെയ്യും. ഒരു ഉപ്പേരിയോ ഒരു സമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കൂട്ടാ. പെരിയിലുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ പോകുള്ളൂ. കാരണം നമ്മൾ ഇങ്ങോട്ട് തന്നെ വരാനുള്ളത്. കൊയങ്ങി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി കഴിച്ചാലോ എന്ന് വിചാരിച്ച് കണ്ടിട്ടാം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ സീനു ഒന്ന് പോവുകയാണ്. പിന്നെ ഇന്നലെ തന്നെ പോകാൻ വിചാരിച്ചത് ലീന. അപ്പോൾ ഓളൊന്ന് പോവുകയാണെന്നും മഴയൊക്കെ തന്നെ എന്നാലും കാറ്റൊന്നും ഇല്ല കേട്ടോ. സമാധാനത്തോടു കൂടി പോകാമല്ലോ. അപ്പോൾ ഓളും പോകുന്നുണ്ട്. ഓള് പോകുമ്പോൾ ഓളെ കൂടെ തന്നെയാണ് ഞങ്ങളും പോണത് കേട്ടോ. എന്നാൽ പിന്നെ ഓക്ക് അവിടെ നിന്നാണ്ട് ബസ് കയറും ചെയ്യുക. കാണിച്ചുകാണ്ട് പോരുമ്പോൾ സ്റ്റാൻഡിൽ ഇറങ്ങിക്കാണ്ട് ഓക്ക് ബസ് കയറി പോവുകയും ചെയ്യാം. ഞങ്ങൾക്ക് ഇങ്ങോട്ടും പോരാന്ന് വിചാരിച്ചുകാണ്ട് ഓളും ഒരുങ്ങി തന്നെയാണ് പോരാനൊക്കെ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ഇതാ പിന്നെ ചെമ്പട്ടി പാത്രമൊക്കെ നാളെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് മേലിന് ഇങ്ങോട്ട് ഇറക്കി വെച്ചേന്. ഓരോരോ പണിക്ക് ഇങ്ങനെ വേണ്ടി മേലിന് ഇറക്കി വെക്കും. പിന്നെ അപ്പം തന്നെ മേലേക്ക് കയറ്റി വെക്കൂല. അതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂറിക്കാണ്ട് ഉണങ്ങാൻ വേണ്ടി അവിടെ പുറത്ത് വെക്കണതാണ് കേട്ടോ.
അപ്പോൾ അതിങ്ങ് എടുത്തേക്കാൻ കുറേ ദിവസമാകും. ഓൾ അടിച്ചു വരുമ്പോഴാണ് പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ ആവശ്യമുണ്ടോ ഇതിപ്പോൾ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കാണേ ഓളതൊക്കെ എടുത്തുകാണ് മേലെ നെറൂലൊക്കെ കയറ്റിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ അടി ചെമ്പട്ടിയൊക്കെ എടുത്തുകാണ് കളിസാമാനാക്കി വെച്ചേക്കണു, തായരിയിലൊക്കെ കൊണ്ടു വെച്ചേക്കണു. അതൊക്കെയാണ് ഇപ്പോൾ ഓൻ കൊടുന്ന് കൊടുക്കണത് മേലെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി. അങ്ങനെ ഇപ്പോൾ അതാ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അപ്പോൾ സീനും ഉണ്ട് കൂടെ പോരുന്നുണ്ട്. ഓക്ക് അവിടെ ഇറങ്ങും വേണം. ഹോസ്പിറ്റലിലെത്തി കുറേ നേരം കഴിഞ്ഞാൽ കേട്ടോ ഡോക്ടർ ഉണ്ട് അവിടെ, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ കാര്യമായിട്ടൊന്നുമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക. പിന്നെ നമ്മളെ ചാനലൊന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്നാണ് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.